ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വീട്ടിലുള്ളൊരു ദിവസമായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഇന്നാണ് തിരിച്ചു പോകുന്നത്. അപ്പം നമ്മൾക്ക് ബത്തേരി പോയിട്ടൊരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. നല്ല മഴ പറഞ്ഞാൽ നിൽക്കാത്ത മഴയും ബ്ലോക്കും ആയിരുന്നു. നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അനുമോളെ ബർത്ത്ഡേ അല്ലേ 1-ാം തീയതി വരുന്നത്. അപ്പം ഉപ്പച്ചി അവരുടെ വക ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങി തരുന്നുണ്ട്. അപ്പം നമ്മളതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആലുവിന് ഭയങ്കര കുറുമ്പാണ്. അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഫുള്ള് കച്ചറയൊക്കെ ആയി. അപ്പോൾ നോക്കും ടോയ്ലറ്റ് പോകണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയി. ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു ചായയും കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് മടക്കിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി രുചിവണ്ടിയിലാണ് കയറിയത്. ഒരുപാട് തരത്തിലുള്ള സ്നാക്സുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊക്കെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എല്ലാത്തൊന്നും ഓരോന്ന് നമ്മൾ വാങ്ങി എന്നിട്ട് ഓരോരുത്തർക്കും ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ പുറത്ത് തന്നെയാണ് ഇരുന്നത് കേട്ടോ. നല്ല ചൂട് കട്ടൻ കാപ്പിയാണ് ഞാൻ കുടിച്ചത്. അതുപോലെ നല്ല അടിപൊളി സ്നാക്സും ഉണ്ടായിരുന്നു. ഈ ഒരു സമയമായപ്പോഴത്തേന് റാഫിയും വന്നിരുന്നു ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട്. ആലുവിന് ഈ കാടമുട്ട എവിടെ കണ്ടാലും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങി കഴിച്ചു. പിന്നെ ഞങ്ങൾ റാഫീൻ്റെ കൂടെയായി ബാക്കിയുള്ള യാത്ര. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒന്ന് സ്റ്റുഡിയോയിലെല്ലാം കയറി. പക്ഷെ അവിടെ ഭയങ്കര തിരക്കും ഒട്ടും കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വേഗം തിരിച്ചിറങ്ങി. പിന്നെ റാഫി പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു വരാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈം ആയപ്പോഴത്തേന് ഇവർ രണ്ടുപേരും റംബൂട്ടാനൊക്കെ കഴിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് എനിക്ക് കുറച്ച് അരിനെല്ലിക്കൊക്കെ വാങ്ങി തന്നു. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ആലുവിന് ഭയങ്കര വലിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അവൾക്കൊരു പുതിയ ടാബ് മേടിച്ചിട്ടുണ്ട്. അത് അവൾക്കറിയില്ലായിരുന്നു അവൾക്ക് ഇന്നാണ് കിട്ടുക എന്നൊന്നും. അവൾക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഗിഫ്റ്റായിരുന്നു അത്. പാപ്പ ആലുവിനോട് ഇങ്ങനെ പറയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് വാങ്ങി വെച്ചിട്ടുണ്ട്, ഒരു സർപ്രൈസ് ഉണ്ട് എന്ന്. എന്താണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ പോയി ഇങ്ങനെ കണ്ണൊക്കെ പൂട്ടി തുറന്ന് നോക്കും വരെ അവൾക്ക് എന്താണെന്നൊന്നും ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ടായിരുന്നില്ല. ആലു ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഐപാഡായിരുന്നു. ഇപ്പോൾ അവൾക്ക് ഇതാ ഒരു സാംസങ്ങിൻ്റെ പുതിയതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് അൺബോക്സ് ചെയ്യലും ഭയങ്കര ഷോയൊക്കെ ആയിരുന്നു. ഇത് കിട്ടിയപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി. കാരണം ഇതിൽ പെട്ടെന്ന് തന്നെ എല്ലാം ഡൗൺലോഡ് ചെയ്യാമല്ലോ. ഐപാഡ് ആകുമ്പോൾ അവൾക്ക് ഐഡിയ ഒക്കെ അടിക്കേണ്ട ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഇതൊന്നും പിന്നെ ഞാൻ അധികം കൊടുക്കുകയൊന്നുമില്ല. പഠിക്കലും എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം മാത്രം യൂസ് ചെയ്യാൻ. പിന്നെ അതിൻ്റെ കൂടെ ഒരു പുതിയ ഫോണും കൂടി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കളറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആലുവിനെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് ഇത്രയൊക്കെ വിശേഷം ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.